LP, UP, കേറ്ററ്റ് എക്സാം എന്നിവയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയ 3 ടോപ്പിക്കുകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എഡ്യൂക്കേഷനും ചൈൽഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ടോപ്പിക്കും, അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജ് അതിനകത്തുള്ളൊരു ടോപ്പിക്കും, സയൻസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ടോപ്പിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കേറ്ററ്റ് എക്സാമിന് ചോദിച്ചതും അതിൻ്റെ അനുബന്ധവുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമേ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. നെഗറ്റീവ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഋണവിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? അപ്പോൾ നമുക്ക് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നെഗറ്റീവ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചത് റൂസോയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരെക്കുറിച്ചും അവരുടെ ആദർശങ്ങളുമൊക്കെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്തുള്ളത് ഋണവിദ്യാഭ്യാസം അല്ലെങ്കിൽ നെഗറ്റീവ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത് റൂസോ. ഒപ്പം തന്നെ റൂസോയുടെ ഏറെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എമിലി. അതുകൂടെ ഓർത്ത് വെച്ചോണേ. റൂസോയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെയും ദോഷങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ് എമിലി. അത് അദ്ദേഹം എഴുതിയത് 1769. അപ്പോൾ വർഷവും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എമിലി 1769. അതുമാത്രമല്ല, റൂസോയുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയുടെ ആദ്യത്തെ ടീച്ചർ അല്ലെങ്കിൽ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അമ്മയും പ്രകൃതിയുമാണ്. നമുക്കറിയാം, കുട്ടി ജനിച്ച് അവൻ ആദ്യമായിട്ട് ഇടപഴകി തുടങ്ങുന്ന അവൻ്റെ അമ്മയോടായിരിക്കും അല്ലേ. അപ്പോൾ അമ്മയും പ്രകൃതിയുമാണ് അവൻ്റെ ആദ്യത്തെ അധ്യാപകർ എന്ന് അഭിപ്രായപ്പെട്ടതും റൂസോയാണ്. അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയത്തിൻ്റെ വക്താവും റൂസോയാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നതും റൂസോയുടെ ഒരു ആശയമാണ്. മറ്റൊരു വിദ്യാഭ്യാസ വിചക്ഷണനാണ് പെസ്റ്റലോസി. ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണല്ലേ പെസ്റ്റലോസി. പെസ്റ്റലോസിയുടെ ജന്മദേശം ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡാണ് കേട്ടോ. പെസ്റ്റലോസി സ്വിറ്റ്സർലാൻഡ്. അതുപോലെ തന്നെ ദരിദ്രരുടെയും ചൂഷിതരുടെയും വക്താവ് എന്നറിയപ്പെടുന്നതും പെസ്റ്റലോസിയാണ്. പിന്നെ ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്ക് എന്നുള്ള ആപ്തവാക്യവും ആരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ പെസ്റ്റലോസിയുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പെസ്റ്റലോസിയെ ഏറെ സ്വാധീനിച്ച റൂസോയുടെ പുസ്തകമാണ് എമിലി. അടുത്തൊരു വ്യക്തിയാണ് ഫ്രോബൽ. ഫ്രോബലിനെ കുറിച്ച് നമ്മൾ ഉള്ളതാണ് അല്ലേ. ശിശു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു ഫ്രോബൽ. ഫ്രോബലിൻ്റെ ജന്മരാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഫ്രോബൽ ജർമ്മനി. ഫ്രോബൽ സ്ഥാപിച്ച വിദ്യാലയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ ശിശുക്കളുടെ പൂന്തോട്ടം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കളിരീതിയുടെ ഉപജ്ഞാതാവും ഫ്രോബലാണ്. അപ്പോൾ മറക്കണ്ട, ഫ്രോബൽ സ്ഥാപിച്ച വിദ്യാലയം കിൻഡർ ഗാർട്ടൻ, കളിരീതിയുടെ ഉപജ്ഞാതാവും ഫ്രോബലാണ്. അതുപോലെ തന്നെ അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയും ഫ്രോബലാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ഫ്രോബലാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അച്ചടക്കത്തിന് ആവശ്യമുള്ള മൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത് കളിയിലൂടെയാണ് എന്ന് അഭിപ്രായപ്പെട്ടതും ഫ്രോബലാണ്. അപ്പോൾ കുട്ടികൾക്ക് അച്ചടക്കത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും കളികളിലൂടെ ലഭിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതും ഫ്രോബലാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ് മറിയ മോണ്ടിസോറി എന്നറിയപ്പെടുന്ന അല്ലേ. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ നൈസർഗിക വികാസങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മുതിർന്നവരുടെ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടത് മറിയ മോണ്ടിസോറിയാണ്. അതായത് കുട്ടികൾക്കുണ്ടാകേണ്ട ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളിൽ മുതിർന്നവർ എന്ത് ചെയ്യാൻ പാടില്ല? ഇടപെടാൻ പാടില്ല എന്ന അഭിപ്രായം. അതായത് ബാഹ്യമായിട്ട് മുതിർന്നവർ ഇടപെടാൻ പാടില്ല എന്ന അഭിപ്രായത്തിൻ്റെ വക്താവ് മറിയ മോണ്ടിസോറിയാണ്. അതുപോലെ തന്നെ മറിയ മോണ്ടിസോറിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ക്വസ്റ്റ്യനാണ് അവരുടെ പഠന രീതി. പ്രധാനപ്പെട്ട സവിശേഷത ഇന്ദ്രിയ പരിശീലനമാണ്. നമുക്ക് ഇന്ദ്രിയങ്ങൾ അറിയാമല്ലോ. അവയുടെ പരിശീലനമാണ് പഠന രീതിയിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേദനാജനകമായ ശിക്ഷകളോ ആകർഷകമായ സമ്മാനങ്ങളോ കുട്ടികളുടെ നൈസർഗിക വികാസത്തിന് സഹായിക്കില്ല എന്ന് അഭിപ്രായപ്പെട്ടതും മറിയ മോണ്ടിസോറിയാണ്.
പിന്നെ അതുപോലെ മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതികൾ 3 പ്രധാന പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒന്നാമത്തത് പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം, അതുപോലെ തന്നെ ബോധേന്ദ്രിയ പരിശീലനം, പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം. ഇത് 3ഉം ഓർത്തു വയ്ക്കുക. അടുത്ത വ്യക്തിയാണ് ജോൺ ഡ്യൂയി. ഇപ്പോൾ ജോൺ ഡ്യൂയിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. അതായത് ജീവിതം നിരന്തരമായ പരീക്ഷണ പ്രക്രിയയാണ്. അല്ലെങ്കിൽ പരീക്ഷണാത്മകതയോട് കൂടിയതാണ് ജീവിതം, കർമ്മനിരതമായിരിക്കേണ്ടത് പരീക്ഷണാത്മകമായിരിക്കണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടത് ജോൺ ഡ്യൂയിയാണ്. യുക്തിചിന്തനത്തിന് പ്രാധാന്യം കൊടുത്ത തത്വചിന്തകനാണ് ജോൺ ഡ്യൂയി. അതുപോലെ തന്നെ ജോൺ ഡ്യൂയിയുടെ തത്വചിന്തകൾ അറിയപ്പെടുന്നത് പുരോഗമനവാദം, പ്രയുക്തവാദം, പരീക്ഷണവാദം. ഇതെല്ലാം തന്നെ ജോൺ ഡ്യൂയിയുടെ തത്വശാസ്ത്ര ചിന്തകളെയാണ് ഈ 3 പേരിലും പുരോഗമനവാദമെന്നും പ്രയുക്തവാദമെന്നും പരീക്ഷണവാദമെന്നുമൊക്കെ അറിയപ്പെടുന്നത്. മറ്റൊരു വ്യക്തിയാണ് ഹെർബർട്ട് സ്പെൻസർ. സ്പെൻസറുടെ കാഴ്ചപ്പാടിൽ സാമൂഹ്യ കാര്യക്ഷമതയുടെ ബാലപാഠങ്ങൾ കുട്ടികൾ പഠിക്കാനുള്ളതിൻ്റെ കളരി അല്ലെങ്കിൽ കളിക്കാനുള്ളതിൻ്റെ ഇരിപ്പിടമെന്നറിയപ്പെടുന്നത് കുടുംബമാണ്. അപ്പോൾ സ്പെൻസറുടെ കാഴ്ചപ്പാടിൽ സാമൂഹ്യ കാര്യക്ഷമതയുടെ ബാലപാഠങ്ങൾ പഠിക്കാനുള്ള കളരിയായിട്ട് കരുതപ്പെടുന്നത് കുടുംബമാണ്. അതുപോലെ തന്നെ പൗലോ ഫ്രെയർ ഉണ്ട് അല്ലേ. വിദ്യാഭ്യാസം വിമോചനത്തിന് വിധേയമാകണമെന്ന് വിശ്വസിക്കുന്ന ദാർശനികനും പൗലോ ഫ്രെയറാണ് കേട്ടോ. ഇത്രയും സമയം നമ്മൾ പാശ്ചാത്യരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കുറിച്ചാണ് ചിന്തിച്ചത് അല്ലേ. അടുത്ത് നോക്കിക്കോളൂ, രബീന്ദ്രനാഥ ടാഗോർ അല്ലേ. നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പം രബീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ടാഗോറിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി ടാഗോറാണ് അല്ലേ. മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസത്തെ. അതുപോലെ തന്നെ ടാഗോർ സ്ഥാപിച്ച വിദ്യാലയം ശാന്തിനികേതനാണ്. അതുപോലെ തന്നെ സ്കൂളിനെ വിദ്യാഭ്യാസത്തിൻ്റെ തടവറ എന്ന് വിശേഷിപ്പിച്ചതും രബീന്ദ്രനാഥ ടാഗോറാണ് അല്ലേ. നമുക്കറിയാം രബീന്ദ്രനാഥ ടാഗോറിൻ്റെ ശാന്തിനികേതനൊക്കെ തുറന്ന ഒരു വിദ്യാലയമാണ് അല്ലേ. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന പര്യാപ്തമായിട്ടുള്ളതാണ് ശാന്തിനികേതനം. അതുകൊണ്ട് തന്നെ സ്കൂളിനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ തടവറ എന്ന് വിശേഷിപ്പിച്ചതും രബീന്ദ്രനാഥ ടാഗോറാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടതും ടാഗോറാണ്. അതുപോലെ തന്നെ ഈ ശാന്തിനികേതൻ എന്നുള്ളത് വിശ്വഭാരതി ആയിട്ട് മാറിയത് 1921 കേട്ടോ. അടുത്ത നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ അല്ലേ. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ അധ്യാപനം സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ ആകുമ്പോൾ അത് വിജയകരമാകുന്നു എന്ന് അഭിപ്രായപ്പെട്ടത്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ ആയിരിക്കണം അധ്യാപനം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. മാത്രമല്ല സ്വാമി വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആത്മീയത, വ്യക്തിത്വം, മനുഷ്യത്വം, ഇതെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഗുണങ്ങളാണ്. എന്നാൽ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചിന്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളായി ഗാന്ധിജി പറയുന്നത് തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശാരീരികവും മാനസികവുമായ വ്യക്തിത്വ വികാസത്തെപ്പറ്റിയും ആശ്രയശീലത്തെപ്പറ്റിയുമൊക്കെയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജി വിഭാവനം ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രവർത്തനങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസം. ഗാന്ധിജി അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരിതാണ്. പ്രവർത്തനങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസത്തിനെയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു കൈത്തൊഴിലിലൂടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കേണ്ടത് അങ്ങനെ ആയിരിക്കണം. ഒരു തൊഴിലിനൊപ്പം വിഷയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള അഭിപ്രായവും മഹാത്മാഗാന്ധിജിയുടേതായിരുന്നു. അപ്പോൾ നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കേറ്റിന് ചോദിച്ച ചോദ്യത്തിലൂടെ പോയിട്ടാണ് നമ്മൾ ഇത്രയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരെക്കുറിച്ചും അവരുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചർച്ച ചെയ്തു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, സാങ്കേതിക വിദ്യ പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? അപ്പോൾ സാങ്കേതിക വിദ്യ പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ എന്നറിയപ്പെടുന്നത് നൃത്തമാണ്. അപ്പോൾ നൃത്തം എന്ന് പറയുന്ന നോവൽ എഴുതിയതാരാണ്? എം മുകുന്ദൻ. അപ്പോൾ സൈബർ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ നൃത്തം തന്നെയാണല്ലേ. വിവരസാങ്കേതിക വിദ്യയോ സൈബർ നോവലെന്നൊക്കെ ചോദിച്ചാലും നൃത്തം തന്നെയാണ് എഴുതിയത് എം മുകുന്ദനാണ്. അതുപോലെ തന്നെ കുറ്റാന്വേഷണ നോവൽ എന്നറിയപ്പെടുന്നത് ഭാസ്കര മേനോനാണ് കേട്ടോ. കുറ്റാന്വേഷണം മലയാളത്തിലെ ആദ്യ
കുറ്റാന്വേഷണ നോവൽ എന്നറിയപ്പെടുന്നത് ഭാസ്കര മേനോൻ. അത് എഴുതിയത് അപ്പൻ തമ്പുരാനാണ് കേട്ടോ, അത് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര് എഴുതിയത് സക്കറിയ. മറക്കണ്ട, മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര് സക്കറിയ. ഇനി റിയലിസ്റ്റിക് നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നോവൽ എന്നറിയപ്പെടുന്നത് ധൂമകേതുവിൻ്റെ ഉദയം. ധൂമകേതുവിൻ്റെ ഉദയം എഴുതിയതാരാണ്? സർദാർ KM പണിക്കർ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നോവൽ ധൂമകേതുവിൻ്റെ ഉദയം എഴുതിയത് സർദാർ KM പണിക്കർ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏതാണ്? പാറപ്പുറം അല്ലേ? K. നാരായണ കുരുക്കളാണ് കേട്ടോ എഴുതിയത്. രാഷ്ട്രീയ നോവൽ, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ പാറപ്പുറം എഴുതിയത് K. നാരായണ കുരുക്കൾ. അതുപോലെ തന്നെ ആൻറ്റി നോവൽ എന്നറിയപ്പെടുന്നത് പാത്തുമ്മയുടെ ആട് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം അത് ബഷീറാണ് എഴുതിയത്. മലയാളത്തിലെ ആദ്യ ആൻറ്റി നോവൽ എന്നറിയപ്പെടുന്നത് പാത്തുമ്മയുടെ ആട് എഴുതിയത് ബഷീറാണ്. അതുപോലെ തന്നെ ബോധധാര നോവൽ എന്നറിയപ്പെടുന്നത് സ്വർഗദൂതനാണ്. മലയാളത്തിലെ ആദ്യ ബോധധാര നോവൽ എന്നറിയപ്പെടുന്നത് സ്വർഗദൂതൻ എഴുതിയത് പോഞ്ഞിക്കര റാഫി. അപ്പോൾ എഴുതിയതാരാണ്? പോഞ്ഞിക്കര റാഫി. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ്? രാമചന്ദ്രവിലാസം. അറിയാമല്ലേ? അഴകത്ത് ഈ പത്മനാഭക്കുറുപ്പ് എഴുതിയ രാമചന്ദ്രവിലാസമാണ് ലക്ഷണമൊത്ത മഹാകാവ്യം. അപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതും മലയാളം ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്ക് അല്ലെങ്കിൽ 2 ടോപ്പിക്കുകളിലായിട്ട് കുറച്ച് അധികം നമ്മൾ എന്ത് ചെയ്തു, ചോദ്യങ്ങൾ വായിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം അല്ലേ? സയൻസിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണമാണ്. വളരെ സിമ്പിളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, കേട്ട് അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. സസ്യങ്ങൾ സൗരോർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിൻ്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം ഏതാണ്? ഹരിതകമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം ഹരിതകം. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ പോഷികളാണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ പോഷികളാണ്. പിന്നെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന തോത് കൂടിയ പ്രകാശം ഏതാണ്? ചുവപ്പാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തോത് കൂടിയ പ്രകാശം എന്നറിയപ്പെടുന്നത് ചുവപ്പാണ്. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്ന പ്രകാശം അപ്പോൾ ഏതായിരിക്കും? മഞ്ഞ. കൂടിയത് ചുവപ്പാണെങ്കിൽ കുറഞ്ഞത് മഞ്ഞ. പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം എന്താണ്? അന്നജം. അതുപോലെ തന്നെ അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളുന്ന വാതകം ഓക്സിജൻ. അപ്പോൾ അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, പുറന്തള്ളുന്ന വാതകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണത്തിനായി സ്വീകരിക്കുന്ന ജലം വിഘടിച്ച് പുറന്തള്ളുന്ന വാതകം ഓക്സിജൻ. അതുപോലെ തന്നെ സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. അത് തിരിഞ്ഞു പോകല്ലേ. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ് കേട്ടോ. അപ്പോൾ രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുപോലെ ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ് എന്നുള്ളതല്ലേ? അത് ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് എന്നുള്ളത് UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് കേട്ടോ. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? അത് തുളസിയാണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ്. അതുപോലെ തന്നെ ഭൂമിയിലെത്തുന്ന സൗരോർജ്ജത്തിൽ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് വെറും 5% കേട്ടോ. അതും ഓർത്തു വയ്ക്കുക. അതായത് ഭൂമിയിലെത്തുന്ന സൗരോർജ്ജത്തിൽ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജത്തിൻ്റെ അളവെന്ന് പറയുന്നത് വെറും 5%. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാക്കുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റ്ലിയാണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റ്ലിയാണ്.
അതുപോലെ തന്നെ സസ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ വാതക വിനിമയം നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ആസ്യരന്ധ്രങ്ങൾ എന്നാണ് കേട്ടോ. സ്റ്റൊമാറ്റോ എന്ന് നമ്മൾ പറയല്ലേ, സ്റ്റൊമാറ്റോ. അതുപോലെ തന്നെ സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ആസ്യരന്ധ്രങ്ങളാണ്. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളുന്നത് ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് കേട്ടോ. ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഈ ഓക്സിജനും അതുപോലെ തന്നെ ശ്വസനത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡയോക്സൈഡും ജലം ഇവയെല്ലാം പുറന്തള്ളുന്നതും ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. അതുപോലെ തന്നെ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ലെൻറ്റി സെല്ലുകൾ എന്നാണ് കേട്ടോ. ലെൻറ്റി സെല്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്നത് ലെൻറ്റി സെല്ലുകൾ എന്നാണ്. അതുപോലെ തന്നെ കാണ്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്ന സുഷിരങ്ങളും ഈ ലെൻറ്റി സെല്ലുകളാണ്. മാറിപ്പോകരുതേ. എന്താണ്? കാണ്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്ന ഈ സുഷിരങ്ങളെ അറിയപ്പെടുന്നതും ലെൻറ്റി സെല്ലുകൾ എന്നാണ്. അപ്പോൾ മാറിപ്പോകരുത്, ആസ്യരന്ധ്രങ്ങളും ലെൻറ്റി സെല്ലുകളും. ആസ്യരന്ധ്രങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഈ ഓക്സിജനും ജലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനിമയം നടത്താൻ വേണ്ടി അല്ലെ പുറന്തള്ളുന്നതിനൊക്കെ സഹായിക്കുന്നത് ആസ്യരന്ധ്രങ്ങളാണ്. എന്നാൽ സസ്യത്തിൻ്റെ വേരിലും കാണ്ഡത്തിലും കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളെയാണ് ലെൻറ്റി സെല്ലുകളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ചെറിയ 3 ടോപ്പിക്കുകളാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.